G7 ഉച്ചകോടി ഇന്ന് അവസാനിക്കും. ലോക നേതാക്കളുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ചയും ചർച്ചകളും തുടരുകയാണ്. UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇറ്റലി, ജപ്പാൻ പ്രധാനമന്ത്രിമാരുമായും ഉഭയകക്ഷി ചർച്ചകളും നടന്നു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഈ G7 ഉച്ചകോടി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു ചരിത്ര നിമിഷം തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർപ്പാപ്പയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ഒപ്പം മാർപ്പാപ്പയെ ഭാരതത്തിലേക്ക് അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, മറ്റ് സുപ്രധാനമായ ചർച്ചകളും കൂടിക്കാഴ്ചകളും നടന്നു. ഇന്ന് അവസാനിക്കാൻ പോവുകയാണ് G7 ഉച്ചകോടി. അപ്പോൾ ഇന്നും പ്രധാനപ്പെട്ട ചർച്ചകളും കൂടിക്കാഴ്ചകളും US പ്രസിഡന്റ് ജോ ബൈഡൻ അടക്കമുള്ളവരുമായിട്ടുള്ള ചർച്ചകൾ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, തീർച്ചയായും ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച തന്നെയാണ് മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റതിന് ശേഷം പ്രധാനമന്ത്രി നടത്താനിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നത് ഇന്നലെ വൈകുന്നേരത്തോടെ, അതായത് ഏതാണ്ട് 10:30 ഇന്ത്യൻ സമയം 10:30 10 മണിയോടുകൂടിയാണ് പോപ്പുമായി കൂടിക്കാഴ്ച നടത്തുകയും പോപ്പിനെ ക്ഷണിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. തുടർന്ന് പോപ്പിനെ ക്ഷണിക്കുകയും ഭാരതത്തിലേക്ക് ക്ഷണിക്കുകയും ചില കൂടിക്കാഴ്ചകൾ നടക്കുകയും എല്ലാം ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ യോഗത്തിന്, അതായത് G7 യോഗത്തിന് അഭിവാദ്യം അർപ്പിക്കാനെത്തിയ പോപ്പിനെ നേരിട്ട് കാണുന്ന ദൃശ്യങ്ങളാണ്. ഇതിനുശേഷം ഒരു ഔപചാരികമായ ചെറിയ സമയത്തുള്ള ഒരു കൂടിക്കാഴ്ചയും നടന്നു എന്നാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം എല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഋഷി സുനകുമായും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രി ഉണ്ടായ ഒരു സംഭവവികാസം എന്ന് പറയുന്നത് ആന്റോണിയോ ഗുട്ടറസുമായുള്ള ഒരു കൂടിക്കാഴ്ചയും നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UN രക്ഷാസമിതിയിൽ ഭാരതത്തിന് സ്ഥിരാംഗത്വം സംബന്ധിച്ച വിഷയങ്ങൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നു. അതേറെ പ്രതീക്ഷയോടെ ഈ മൂന്നാം മോദി സർക്കാർ കാത്തിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഏറെ പ്രാധാന്യമുണ്ട് UN സെക്രട്ടറി ജനറലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് എന്നത് മറ്റൊരു വസ്തുത തന്നെയാണ്. എങ്കിലും ഏറെ പ്രാധാന്യമർഹിക്കുന്നത് പോപ്പിനെ ഭാരതത്തിലേക്ക് പ്രധാനമന്ത്രി ക്ഷണിച്ചു എന്നത് തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, ലോക നേതാക്കൾക്കിടയിൽ ഏറെ സ്വാധീനമുള്ള അല്ലെങ്കിൽ ഏറെ അംഗീകാരമുള്ള, അതായത് സാധാരണഗതിയിൽ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ മാർപ്പാപ്പമാരെക്കാളും ലോകത്തെ ഏറ്റവും അധികം സ്വീകാര്യതയും സ്വാധീനവുമുള്ളൊരു വ്യക്തി കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തെ സ്വാഭാവികമായും ഭാരതത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുന്നത് ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന ഒരു രാജ്യം ഒരു വലിയ സംസ്കാരത്തോടൊപ്പം അല്ലെങ്കിൽ വലിയൊരു ആത്മീയ ധാരയോടൊപ്പം ചേരുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയായി നമുക്ക് പരിഗണിക്കാവുന്നതാണ്. തീർച്ചയായും അത് വലിയൊരു സംഭവവികാസം തന്നെയായി രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ അന്താരാഷ്ട്ര നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ആന്റോണിയോ ഗുട്ടറസുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ഈ UN സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗത്വം സംബന്ധിച്ച വിഷയങ്ങളാണ് ചർച്ച ചെയ്തതെങ്കിലും മറ്റ് നിരവധി കാര്യങ്ങൾ, അതായത് UN ഇടപെടലിൻ്റെ ആവശ്യങ്ങളുണ്ട്, മില്ലേനിയം ഗോൾസിൻ്റെ ആ ഒരു മെറ്റീരിയലൈസേഷൻ, അത്തരത്തിലുള്ള ഈ ഭാരതം പോലുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതുപോലെ തന്നെ ചേരികളുടെ നിർമ്മാർജ്ജനം, പാർപ്പിടം, ആരോഗ്യം, ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങളാർന്ന വിഷയങ്ങൾ അതിശക്തമായി നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം കൂടിയാണ് ഭാരതം എന്നതുകൊണ്ട് തന്നെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കാര്യക്ഷമമായി ഏറ്റെടുക്കുന്നതിനുള്ളൊരു ഉത്തരവാദിത്വം UN ഗൈഡ് ലൈനിലൂടെ ഭാരതം നടത്തുന്നുണ്ട്. ഇത് സംബന്ധിച്ച ചർച്ചകളെല്ലാം തന്നെ നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം ഗാസയും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള, അതല്ലെങ്കിൽ പാലസ്തീൻ ഇസ്രായേൽ വിഷയമാണ്. ഈ രണ്ട് രാജ്യങ്ങൾ, പാലസ്തീനും ഇസ്രായേലും എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾ വേണമെന്ന അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഒരു പരിധിവരെ എന്നല്ല, പ്രധാനമായും UN മുന്നോട്ട് വയ്ക്കുന്ന വിഷയത്തെ പിന്തുണയ്ക്കുക കൂടി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഭാരതം. സ്വാഭാവികമായും UN സെക്രട്ടറി ജനറലുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇമ്മാനുവൽ മാക്രോണുമായി ഇന്നലെ കൂടിക്കാഴ്ച നടന്നിരുന്നു. ഇമ്മാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയിൽ സൈനികം, ന്യൂക്ലിയർ എനർജി, അതുപോലെ തന്നെ ഊർജ്ജ വിഭാഗം, അത്തരത്തിൽ നിരവധിയായ അന്താരാഷ്ട്ര തലത്തിൽ സഹകരിക്കുന്നതിൻ്റെ സാധ്യതകളെല്ലാം തന്നെ തുറക്കുന്ന വിശാലമായ ചർച്ചകൾ നടന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. റെയിൽ ലോക്കോമോട്ടീവ്സ്, അതായത് നമുക്കിപ്പോൾ അറിയാവുന്നതാണ്, ആധുനികവൽക്കരണം, റെയിൽവേയുടെ ആധുനികവൽക്കരണം നടക്കുന്നു. ആ നിർണായകമായ ചർച്ചകൾ തന്നെയാണ് ഇറ്റലിയിൽ തുടർന്നത്. G7 ഉച്ചകോടിക്ക് ഇന്ന് സമാപനം ആകും.